റിപ്പോർട്ടർ ബ്രേക്കിംഗിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായത് 10.99 കോടി എന്ന ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ എംഒയിൽ പറഞ്ഞ 8 കോടിയൊക്കെ കടന്നുപോയി കേട്ടോ. 2.64 കോടി മാത്രമാണ് സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയത്. ഉപഹാരം നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കൃത്യമല്ല. കട്ടിലും മെത്തയും വാങ്ങാൻ 1 ലക്ഷം രൂപ മുടക്കിയതായി സൂചന. 150 മെത്തകൾ വാങ്ങിയതിൽ 50 മെത്തയുടെ ബില്ലുകളില്ല, 50 മെത്ത തന്നെ കാണുന്നില്ല എന്ന് പറയുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ചാർട്ടേഡ് അക്കൗണ്ട് നൽകിയ കണക്കുകളിലാണ് ഈ വിവരങ്ങളുള്ളത്. പ്രവീൺ പുരുഷോത്തമൻ നൽകുകയാണ്, നമ്മളോടൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, അപ്പോ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒന്നിനും കണക്കില്ല, ഒരു കാര്യത്തിനും വ്യക്തതയില്ല എന്നത് തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതുവരെ വന്നതാണെങ്കിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി ഓരോന്ന് വരുമ്പോഴും ഓരോന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടാവും. മാധു, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിനായി സർക്കാർ ഫണ്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഫണ്ടോ ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അതേസമയത്ത് തന്നെയാണ് ദേവസ്വം ബോർഡിൽ നിന്നും അഡ്വാൻസായി പണം എടുത്തുകൊണ്ട് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന് ശേഷം അതിന്റെ വരവ് ചെലവ് കണക്കുകൾ അത് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ ഓഡിറ്ററെയാണ് നിയമിച്ചത്. അത് ദേവസ്വം ബോർഡാണ് നിയമിച്ചത്. ആ സ്വകാര്യ ഓഡിറ്റർ കിട്ടിയ റെസിപ്റ്റുകൾ ഒപ്പം തന്നെ വിവരങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. ആ ഓഡിറ്റ് റിപ്പോർട്ട് സ്വകാര്യ ഓഡിറ്റർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആ സ്വകാര്യ ഓഡിറ്ററുടെ ഓഡിറ്റിങ്ങിലെ അതിന്റെ വിശദ വിവരങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ ഒരു റിപ്പോർട്ട് എന്നുള്ളത് ഈ സ്വകാര്യ ഓഡിറ്ററുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നേരിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി വെച്ചുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഈ സ്വകാര്യ ഓഡിറ്ററുടെ ഓഡിറ്റിംഗിൽ അദ്ദേഹം ആ ഓഡിറ്റ് നടത്തിയപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അതിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ദേവസ്വം ഫണ്ട് 2 കോടിയായിരുന്നു. 6.64 കോടി രൂപ കൊടുത്തു തീർത്തിരുന്നു. ഇനിയും കൊടുക്കാനുള്ളത് 4.35 കോടിയാണ്. ഉപഹാരം നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കൃത്യമല്ല. ഈ ബില്ലുകൾ കൃത്യമല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് തന്നെ ബോധ്യമായതാണ്. അതായത് ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് സ്വകാര്യ ഓഡിറ്റർ ഒരു ബില്ല് തയ്യാറാക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ബില്ലുകൾ പ്രകാരം അദ്ദേഹം ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ചേർത്തിരിക്കുന്നത് ഉപഹാരം നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങി എന്നുള്ളത് കാണുമായിരിക്കും. പക്ഷെ അതിന്റെ ബില്ലുകൾ ഇല്ല എന്നുള്ളത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് വ്യക്തമാകുന്നു. അതായത് ഓഡിറ്റർ പ്രവീൺ പുരുഷോത്തമൻ, ഈ കോടതി ഉത്തരവ് 5 ദിവസം മുമ്പ് അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസം മുമ്പ് പുറത്തു വന്ന കോടതി ഉത്തരവ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഹൈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി എന്നുള്ളതാണ്. അങ്ങനെ ഒരു കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ എത്രത്തോളം സുതാര്യതയോടുകൂടി, എത്രത്തോളം കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഈ സിസ്റ്റം മുന്നോട്ട് പോകേണ്ടിയിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം കോടതിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് കർശനമായ നിർദ്ദേശങ്ങളോടുകൂടി. പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ. അതെ മാധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. കാരണം നാം എല്ലാവരും ആഗോള അയ്യപ്പ സംഗമം കണ്ടതാണ്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇവിടെ വന്നത് റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നാം നേരിട്ട് കണ്ടതാണ്. വില കൂടിയ ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നു. വലിയ കൂറ്റൻ പന്തൽ ഉണ്ടായിരുന്നു. ഭക്ഷണം തന്നെ അത് പ്രത്യേകം സ്ഥലത്ത് തന്നെയാണ് തയ്യാറാക്കിയത്. ആ ഭക്ഷണമൊക്കെ നാം കഴിച്ചതുമാണ്. അപ്പോൾ ഈ സ്വകാര്യ ഓഡിറ്റർ തയ്യാറാക്കിയ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് വൈകിട്ട് 5000 പേർക്ക് ചായ നൽകിയതിന് മാത്രം 2 ലക്ഷം രൂപ ചെലവായി. ഒപ്പം തന്നെ പ്രഭാത ഭക്ഷണം 4000 പേർക്ക് 4.2 ലക്ഷം രൂപ ചെലവായി. VIP-കൾക്ക് ഭക്ഷണ വിതരണത്തിനായി 30,000 രൂപ മുടക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്വകാര്യ ഓഡിറ്ററുടെ ആ ഒരു കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെയാണ് ഇത്രയും തുക ചെലവായത്, അതിന്റെ ബില്ലുകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ചോദിക്കും. പക്ഷേ അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ ഒരുപക്ഷെ ദേവസ്വം ബോർഡിനോ ഇത് തയ്യാറാക്കിയ സ്വകാര്യ ഓഡിറ്റർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് GST ബില്ലുകളിൽ അല്ലെങ്കിൽ GST നികുതി അടച്ച കാര്യത്തിൽ പോലും വ്യക്തത കുറവുകൾ ഉണ്ട്. പല കാര്യങ്ങളിലും റെസിപ്റ്റുകളില്ല. നൽകിക്കൊണ്ടിരിക്കുന്നത്